ഇത് വലിയ പ്രശ്നമാവുമല്ലോ ദൈവമേ. ഇത് വലിയ വിഷയമാവുമല്ലോ രാജു. എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഒരേ ഒരു വഴിയുള്ളൂ മാഡം. അമ്മ ഇങ്ങോട്ട് വരാൻ പാടില്ല. വേഗം അമ്മയെ വിളിക്ക്, വരരുതെന്ന് പറ. അതിനു മുമ്പ് വളരെ സന്തോഷകരമായ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. മനസ്സിലൊരു ഭാരം എനിക്ക് ഇറക്കി വെക്കണം. എന്തൊരായുസ്. ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. ആ ആളിതാ വിളിക്കുന്നു. സിസ്റ്റർ പവിത്രയാ. ഹലോ സിസ്റ്റർ, നമസ്കാരം. നമസ്കാരം. സാർ തിരിച്ചു വന്നോ? ആ, ഞാനിപ്പോ വീട്ടിലെത്തിയുള്ളൂ. സിസ്റ്റർ എപ്പോഴാ ഒന്ന് നേരിൽ കാണാൻ പറ്റുക? ഞാൻ ഇപ്പൊ അങ്ങോട്ട് പുറപ്പെടുവോ? ആ, വെരി ഗുഡ്. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ പല പ്രാവശ്യം വിളിച്ചിട്ട് അവർ വന്നില്ല. ദേ, ഇപ്പൊ അവരെന്നെ കാണാൻ വരുന്നുണ്ട്. സിസ്റ്റർ പവിത്ര. ആ യാമിനി, എന്റെ ജീവൻ രക്ഷിച്ച ഒരു സ്ത്രീയാ വരുന്നത്. അവരെ നന്നായിട്ട് സ്വീകരിക്കണം. നല്ല യാത്രാക്ഷീണമുണ്ട്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ദൈവമേ, എന്റെ കണക്കുകൂടലിലൊക്കെ തെറ്റുമോ? നീ കേട്ടില്ലേ? നിന്റെ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അമ്മ എന്നാണെങ്കിലും ഇങ്ങോട്ട് വരണമല്ലോ. ഇത് അമ്മയുടെ ഭർത്താവിന്റെ വീടല്ലേ? അതിനെ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ വിചാരിച്ച ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അംബികെ. ഇതെന്റെ പ്ലാനാ, എന്റെ ലക്ഷ്യം. എന്റെ അച്ഛനെ അമ്മയെ ഞാൻ ഒരുമിപ്പിക്കും എന്നേക്കുമായി. എല്ലാം പിടിച്ചടക്കാൻ വേണ്ടി നിങ്ങൾ തകർത്ത 2 ജീവിതങ്ങൾ ഇന്ന് ഇവിടെ ഒരുമിക്കും. കണ്ടു നിൽക്കാൻ മനഃശക്തിയില്ലെങ്കിലേ പോയി സുഖമായിട്ട് ചെയ്യാൻ പികെ. മാഡത്തിന്റെ ഉദ്ദേശം എന്താ? ഉദ്ദേശം എന്താന്ന് വെച്ചാ എന്റെ മകളുടെ സന്തോഷവും സമാധാനവും എന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഞാൻ പ്രതാപേട്ടന്റെ മുന്നിലേക്ക് പോകുന്നു. മാഡം, രണ്ടും കൽപ്പിച്ചാ ഞാൻ പോകുന്നത്. രണ്ടിലൊന്ന് സംഭവിക്കുന്നുള്ള പേടിയൊന്നും എനിക്കില്ല. കാരണം രണ്ടിലൊന്ന് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സുജാതെ. പ്രതാപേട്ടന്റെ ജീവിതത്തില് നിലവിൽ ഞാനില്ല. അദ്ദേഹം എന്നെ ആട്ടി പുറത്താക്കിയതാ. പിന്നെ എന്തിനു പോണം ഈ ഡ്രാമ അവസാനിപ്പിക്കാൻ? പ്രതാപേട്ട, നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കൂട്ടുനിന്ന ആ പവിത്ര സിസ്റ്റർ അത് ഞാനായിരുന്നു എന്നൊന്ന് ബോധ്യപ്പെടുത്താൻ. എനിക്ക് നിങ്ങളോട് അത്ര സ്നേഹം ഉണ്ടായിരുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ. ഞാൻ നിങ്ങളെ ചതിച്ചിട്ടില്ല. എന്റെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഒരിക്കൽ കൂടി പറയാൻ. നമ്മുടെ മകൾക്ക് നമ്മൾ 2 പേരും വേണം. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചപ്പോ ഒരിക്കൽ കൂടി വരണം എന്ന് തോന്നിയതെന്ന് പറയാൻ. മാഡം, ഇത് വലിയ പ്രശ്നമാവില്ലേ? ഇനി എന്ത് പ്രശ്നം? എന്തായാലും അംബികയെ പോലെ അദ്ദേഹം എന്നെ കൊല്ലാൻ ശ്രമിക്കൊന്നുമില്ല. ഇനി കൊന്നാലും സന്തോഷ. പ്രാണനെ പോലെ കരുതിയവന്റെ കൈകൊണ്ടുള്ള മരണത്തേക്കാൾ വലുത് മറ്റെന്തുണ്ട് ഈ ലോകത്ത്? പ്രാണവായു പോകുമ്പോഴും പ്രേമിച്ചവന്റെ മുഖം കാണാലോ. തെറ്റിദ്ധരിക്കപ്പെട്ടവരുടെ ലോകത്ത് എന്തിനു ജീവിച്ചിരിക്കണം സുജാതെ? നോക്ക്, എത്ര ഭംഗിയായി അലങ്കരിച്ചാലും ഈ വാടക വീട് നമുക്ക് സ്വന്തമാവില്ല. അതുപോലെയാ ചില മനുഷ്യബന്ധങ്ങളും. സ്വന്തമാണെന്ന് പറഞ്ഞ് നെഞ്ചിലേറ്റിയാലും അതൊരു താൽക്കാലിക നിഴല് മാത്രം. അത് കാലം നമുക്ക് പഠിപ്പിച്ചു തരും. പഠിക്കാൻ ഒരു പാഠം കൂടി ബാക്കിയുണ്ട്. അതുകൊണ്ട് ഞാൻ പോവും.
മോള് സത്യം പറയേ, ഇത് മോളും കൂടെ അറിഞ്ഞു നടക്കുന്ന കാര്യങ്ങളാണോ? ഋതു, മാഡം ചോദിച്ച ഋതു കേട്ടില്ലേ? അമ്മ വരുന്നത് ഋതുവിന്റെ അറിവോടെ ആണെന്ന്. അല്ല അല്ലേ? അല്ല, പിന്നെ നീ അവരെ വെല്ലുവിളിച്ചത് എന്തിനാ? വേറൊരു നിവൃത്തിയില്ലാതെ വന്നപ്പോ ഞാനങ്ങനെ പറഞ്ഞു പോയതാ. എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് ഒരറിവുമില്ല. ഞാനും അമ്മയും തമ്മിൽ ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. ഇത് വലിയ പ്രശ്നമാവുമല്ലോ ദൈവമേ. ഇത് വലിയ വിഷയമാവുമല്ലോ രാജു, എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഒരു വഴിയുള്ളൂ മാഡം. അമ്മ ഇങ്ങോട്ട് വരാൻ പാടില്ല. ഋതു വേഗം അമ്മയെ വിളിക്കേ, വരരുതെന്ന് പറ. ഒന്ന് വേഗം വിളിക്കേ. മോളെ വേഗം വിളിച്ചൊന്ന് പറയേ. എത്ര വലിയ കോലോത്ത് ജനിച്ചതാ, എത്ര വലിയ കോടീശ്വരിയാ. പ്രേമിച്ച് കല്യാണം കഴിച്ചവനൊക്കെ ഇങ്ങനെ ചതിക്കോ? ഏത് മന്ത്രിയായാലെന്താ ചതിയൻ. അമ്മ കാള് കട്ട് ചെയ്തു. ചിലപ്പോ കൈ തട്ടി കട്ടായതാണെങ്കിലോ? മോൾ ഒന്നുകൂടെ ഒന്ന് വിളിക്കേ. ആരാ മാഡം? മോള്. അമ്മ പിന്നെയും കട്ട് ചെയ്തു. പിന്നെയും കട്ട് ചെയ്തോ? എന്നാ രാജു വിളിച്ച് പത്മേടത്തിയോട് സീരിയസ് ആയിട്ട് കാര്യം പറയേ. ആ, അമ്മ മനഃപൂർവ്വം കോള് കട്ട് ചെയ്യാ. എന്ത് ചെയ്യപ്പോ? ഒരു കാര്യം ചെയ്യ് ചെറിയമ്മ, ചെറിയമ്മ ഒന്ന് വിളിച്ചു നോക്ക്. ചെറിയമ്മ ആയതുകൊണ്ട് ചിലപ്പോ കോൾ എടുക്കും. ആ, വിളിക്ക്. ശരി. എന്തും വരട്ടെ, ഞാൻ ഇറങ്ങുവാ. ദൈവമേ, അവള് വരുമോ? വന്നാ ഞാനുണ്ടാക്കിയ കള്ളക്കഥകളൊക്കെ പൊളിയോ? അവരെല്ലാവരും ഒറ്റ കയ്യാ. ഒരുമിച്ച് നിന്ന് പ്രതാപനോട് എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞാലോ? സത്യം പുറത്തു വരാതിരിക്കാൻ ഞാനാണ് ജഗനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചതെന്ന് കൂടി പറഞ്ഞാലോ? ദൈവമേ, ഇതിനുള്ളൊരു പോംവഴി പറഞ്ഞു തരണേ.